ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ വെൽത്ത് ബ്ലൂ പ്രിന്റ് സക്സസിന് യോജിച്ചതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും നമുക്ക് റിച്ച് ആവാൻ സാധിക്കില്ല. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സീക്രട്സ് ഓഫ് മില്ലിയനർ മൈൻഡ് എന്ന ബുക്കിനെ കുറിച്ചാണ്. ഈ ബുക്കില് 2 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തെ അധ്യായത്തില് മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായമായ ദ വെൽത്ത് ഫയൽസ് 17 വെൽത്ത് ഫയൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബുക്കിന്റെ ഓഥറായ ടി ഹാർവേക്കർ തന്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ച കുറെ തത്വങ്ങളാണ് ഈ 17 വെൽത്ത് ഫയൽസിലൂടെ അദ്ദേഹം നമ്മളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ 17 വെൽത്ത് ഫയൽസ് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ നമുക്കും അദ്ദേഹത്തെ പോലെ വിജയിക്കാൻ സാധിക്കും. ബുക്കിന്റെ പേര് സീക്രട്സ് ഓഫ് മില്ലിയനർ മൈൻഡ് എന്നാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് കേട്ടിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് അധ്യായമാണ്. ഇത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ അധ്യായമാണ്. അതിൽ വെൽത്ത് ഫയൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ഭയങ്കര ഡിസ്കഷനാണ്. അപ്പൊ അവര് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, പാവപ്പെട്ട ആൾക്കാര് കൂടുതൽ പാവപ്പെട്ടവരായിട്ടും പണക്കാരായിട്ടുള്ള ആൾക്കാര് കൂടുതൽ പണക്കാരായിട്ട് മാറുന്നതും എന്തുകൊണ്ടാണ്? ഇതാണ് അവര് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അവര് എല്ലാരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ കൺക്ലൂഷനിൽ എത്തുന്നത് അതിനുള്ള റീസൺ അവർ ചിന്തയാണെന്നാണ്. പാവപ്പെട്ടവരെ എപ്പോഴും വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ പണക്കാരായിട്ടുള്ള ആൾക്കാര് അവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേറൊരു വഴിയിലൂടെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളും പണക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് അവര് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ നമുക്കും സമ്പത്ത് നേടാൻ സാധിക്കും. അപ്പൊ ഇത് ഓഥർ ടി ഹാർവേക്കർ ഇത്രയും ഉറപ്പിച്ചു പറയാനുള്ള കാരണം, അദ്ദേഹം കുറെ കഷ്ടപ്പാടിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ കുറെ വർഷം അദ്ദേഹം പണക്കാരെ കുറിച്ച് അവരെങ്ങനെ ചിന്തിക്കുന്നത്, അവരെങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എന്നിട്ട് അദ്ദേഹം സ്വന്തം ലൈഫിൽ അതൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ അദ്ദേഹത്തിനും നല്ല റിസൾട്ട് കിട്ടി. അദ്ദേഹം മൾട്ടി മില്യനർ ആയിട്ട് മാറി. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു സീക്രട്ടാണ് ഈ ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ആ സീക്രട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ? യെസ് മാഡം. ഓക്കെ, യെസ് യെസ്. അപ്പൊ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇത് കേൾക്കുമ്പോ ജസ്റ്റ് ഒരു ബുക്കും പേന എടുത്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ലൈഫിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് വരുള്ളൂ, അല്ലെ? നമ്മൾ കുറെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കുറെ ബുക്സ് ഒക്കെ വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ എവിടേക്കാണ് ചേഞ്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. റെഡിയാണോ? എല്ലാരും ബുക്കൊക്കെ എടുത്തോ? നിങ്ങൾ എല്ലാരും റിച്ച് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? റിച്ച് ആവുന്നത് ഇമ്പോർട്ടന്റ് ആണോ ലൈഫില്? അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ചിന്ത കൊണ്ടുവരണം. നമ്മൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിൽ റിസൾട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരെങ്ങനെ ചിന്തിക്കുന്നത്, അവരെന്തൊക്കെയാണ് ആക്ഷൻ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്, പുവർ പീപ്പിൾ ബിലീവ് ലൈഫ് ഹാപ്പൻസ് ടു മീ. അപ്പൊ ഇതിൽ 17 വെൽത്ത് ഫയലാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്, പുവർ പീപ്പിൾ ബിലീവ് ലൈഫ് ഹാപ്പൻസ് ടു മീ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, നമ്മളെ തന്നെയാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ ലൈഫിന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഏരിയ, എല്ലാ ഏരിയയിലും അവര് തന്നെയാണ് അവരുടെ ലൈഫിന്റെ ബോസ്.
എന്ന് അവര് ഉറപ്പിച്ചു പറയുന്നു, അല്ലെങ്കിൽ അവരത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ട ആൾക്കാരെന്താ ചിന്തിക്കുന്നത്? അതൊക്കെ വിധിയാണ്, അതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല എന്നാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായിരിക്കണം നമ്മളുടെ ഫോക്കസ്. അപ്പൊ ചില ആൾക്കാർ ഗവൺമെന്റിന്റെ കുറ്റം പറയും, അല്ലെങ്കിൽ വീട്ടുകാരെ കുറ്റം പറയും. നമ്മളൊക്കെ അങ്ങനെ കംപ്ലൈന്റ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം. അപ്പൊ അത് മാറ്റി വെച്ചാൽ മാത്രമാണ് നമുക്ക് റിച്ച് ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നമ്മുടെ ലൈഫിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വെൽത്ത് ഫയലാണ്, റിച്ച് പീപ്പിൾ പ്ലേ ദ ഗെയിം ടു വിൻ, പൂർ പീപ്പിൾ പ്ലേ ദ മണി ഗെയിം ടു നോട്ട് ലോസ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവര് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ അവരെ ജീവിതത്തിൽ പരാജയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഏതറ്റം വരെ പോവാനും തയ്യാറാണ്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ അവര് അവര് വിചാരിക്കുന്നത് അവരെ കൊണ്ട് അതൊന്നും സാധിക്കില്ല. അവരിങ്ങനെ ബില്ലുകളൊക്കെ അടച്ചു തീർത്താൽ മതി. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അതിന് അപ്പുറത്തേക്ക് എത്താൻ സാധിക്കില്ല, അല്ലെ? നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കണം, നിങ്ങൾ അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമോ? യെസ് യെസ്. അപ്പം നമുക്ക് ലൈഫില് ഇതിനെ പറ്റി ഒരു ക്ലാരിറ്റി വേണം. നമ്മള് നമുക്ക് എത്ര പണം വേണം, നമുക്ക് എന്തൊക്കെ ലൈഫിൽ വേണം, ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ നേടാനും സാധിക്കുള്ളൂ. റിച്ച് പീപ്പിൾ പ്ലേ ദ ഗെയിം ടു വിൻ. മൂന്നാമത്തെ വെൽത്ത് ഫയലാണ്, റിച്ച് പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു ബി റിച്ച്, പൂർ പീപ്പിൾ വാണ്ട് ടു ബി റിച്ച്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കമ്മിറ്റഡ് ആണ്, അവർ 100% ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവർക്ക് റിച്ച് ആണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവര് ബിസിനസ്സിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ച് നടക്കലോ, അല്ലെങ്കിൽ സംസാരിച്ച് സമയം കളയല്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സമയം കളയല്, ഇതൊക്കെ കുറച്ചിട്ട് അവര് റിച്ച് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും. അവര് പൈസ സേവ് ചെയ്യും, അത് ഇൻവെസ്റ്റ് ചെയ്യും. എന്തൊക്കെ റിച്ച് ആവാൻ വേണ്ടി ചെയ്യേണ്ടത് അതൊക്കെ അവർ ചെയ്യും. പക്ഷെ ഈ പൂർ ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുകയുള്ളൂ. Rich people think big, poor people think small. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് വലുതായിട്ട് ചിന്തിക്കുന്നുണ്ട്. വലുതായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോ വലുതായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ കുറെ ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ്, കുറെ ആൾക്കാരിലോട്ട് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് നമുക്കൊരു സന്തോഷം, ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി, നമ്മൾ കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അവരെ സക്സസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇപ്പൊ നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതൊക്കെ ഒരു സർവീസ് അല്ലേ?
കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറെ ആൾക്കാരിലോട്ട് നമ്മളെ പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആയി മാറുന്നത്, അല്ലേ? അപ്പൊ എത്ര കൂടുതൽ ആൾക്കാരെ, എത്ര ആൾക്കാരെ നിങ്ങൾ, കുറച്ച് ആൾക്കാരെയാണോ അതോ ലക്ഷം ആൾക്കാരെയാണോ, കോടി ആൾക്കാരെ, എത്ര ആൾക്കാരാണോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്ര ആൾക്കാരിലോട്ടാണ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുക, അത്രയും ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ എന്താണ് വലുതായിട്ട് ചിന്തിക്കണം. നമ്മളെ ആഗ്രഹങ്ങൾ എപ്പോഴും വലുതായിരിക്കണം. അപ്പൊ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തൊക്കെയാ ലൈഫിൽ വേണ്ടത്, എന്തൊക്കെയാ നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങള്? നിങ്ങൾക്ക് അതിനെ പറ്റി ക്ലാരിറ്റി ഉണ്ടോ? അപ്പൊ നമുക്ക് റിച്ച് ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ വേണം. അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുകയും വേണം. അപ്പൊ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ സമയം കളയുന്നത്. അവരെന്താണ് വേറെ ആൾക്കാരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയം കളയുന്നത്, അല്ലേ? ഇപ്പൊ നമ്മൾ ചില ആൾക്കാരുടെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ എന്താണ് കുറെ സമയം നമ്മൾ യൂട്യൂബ് നോക്കിയൊക്കെ ഇരിക്കുമ്പം അവരല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളെ വിലപ്പെട്ട സമയം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കളയല്ലേ? അപ്പൊ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റിച്ച് ആവണമെങ്കിൽ നമുക്ക് വലിയ സ്വപ്നങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും വേണം. Rich people focus on opportunities. Poor people focus on obstacles. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവസരങ്ങളെ പറ്റിയാണ് ചിന്ത. പക്ഷെ പൂർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും തടസ്സങ്ങള്, ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എവിടെ അവസരം ഉണ്ടെങ്കിലും അത് അവര് അവരുടെ നോളജ് വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്തും. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, അല്ലെങ്കിൽ സാധാരണ ആൾക്കാര് എവിടേക്ക് തടസ്സമുണ്ട്, എനിക്കത് നേടാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ അവർക്ക് എന്താണ് കുറെ നെഗറ്റീവ് വെൽത്ത് ഫൈൽസ് ഉണ്ട് അവർക്ക്. ഞാൻ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ, ഇങ്ങനെയാണ് എപ്പോഴും അവർ ചിന്തിക്കുക. പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര് അവരുടെ മുന്നിൽ തടസ്സങ്ങളില്ല. എപ്പോഴും അവരെന്താണ്, അവരുടെ ഫോക്കസ് ആ വിജയത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ റിസൾട്ടിനെ പറ്റിയിട്ടാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 5 വെൽത്ത് ഫയൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 6ാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ അഡ്മയർ അതർ റിച്ച് ആൻഡ് സക്സസ്ഫുൾ പീപ്പിൾ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് വേറെ ആൾക്കാരെ എപ്പോഴും എന്താണ് പ്രശംസിക്കും, അവരെ പറ്റി നല്ലതാ പറയാ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ കുശുമ്പോടെ നോക്കുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാർ അവരുടെ അടുത്തൊരു ദേഷ്യമാണ്, അല്ലെങ്കിൽ അവര് പൈസയൊക്കെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവരെ പറ്റി നല്ലതാണ് പറയാം. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ സിനിമയിലൊക്കെ കാണാറുണ്ട്, അവരിങ്ങനെ ഗോൾഫ് കളിക്കാനൊക്കെ പോകും, സമ്പന്നരായിട്ടുള്ള ആൾക്കാര്. അപ്പം അങ്ങനെ പോകുമ്പോൾ അതെന്തിനാണ്, അവർ ശരിക്കും കളിക്കാൻ അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമല്ല അവർക്ക്. അവർക്ക് എന്താണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കൂടിയാണ്, അല്ലേ? അപ്പൊ അവര് ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. അപ്പൊ ആ ഒരു ഡിസ്കഷൻ തരാൻ കൂടിയാണ് അവര് ഇങ്ങനത്തെ കളിയിലൊക്കെ കളിക്കാനൊക്കെ പോകുന്നത്.
പക്ഷെ പാവപ്പെട്ട ആൾക്കാരുടെ ധാരണ എന്താണ്? അവര് പാവപ്പെട്ട ആൾക്കാരായത് ഈ പണക്കാർ കാരണമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതില് ഹാർവെക്കർ, നമ്മുടെ ഓദർ, ഈ ബുക്കിലൊരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം തുടക്കകാലത്ത്, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് എന്താണ്, പൈസ ഇല്ല, നല്ല വണ്ടി ഇല്ല, എന്നൊരു പാട്ട വണ്ടിയാണ് ഓടിച്ചിരുന്നത്. അപ്പം ആൾക്കാര് അന്നെന്താണ്, ഇപ്പം റോഡിലെ നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ലെങ്കിലും ആൾക്കാർ കാര്യമായിട്ടൊന്നും പറയില്ല. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അദ്ദേഹം പൈസക്കാരനായപ്പം, അയാള് മില്ലിയനർ ആയപ്പം ആൾക്കാർക്കൊക്കെ കുറച്ച് കുശുമ്പായി. അപ്പൊ അദ്ദേഹം ജാഗ്വർ വണ്ടിയൊക്കെ വാങ്ങിച്ച് റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഭയങ്കര വൃത്തികെട്ട ആംഗ്യമൊക്കെ കാണിക്കുമായിരുന്നു, അദ്ദേഹത്തെ കളിയാക്കുക. അപ്പം അദ്ദേഹം ഇതിൽ പറയുന്നത്, ബുക്കിൽ പറയുന്നത്, ഇപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷെ ചില ആൾക്കാർക്ക്, ചില ഈ സാധാരണക്കാരായ ആൾക്കാർക്ക്, റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു കുശുമ്പ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു ദേഷ്യം പോലെയാണ്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? എല്ലാരും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അതോ കംഫർട്ടബിൾ ആണോ? നിങ്ങളെ ഇപ്പം ഇപ്പൊ നല്ലൊരു വീടുള്ള ഒരാളെ കാണുമ്പോ നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നുന്നേ? ഒരു നല്ല വണ്ടിയുള്ളൊരു, നല്ല റിച്ച് ആയിട്ടുള്ള ആളെ കാണുമ്പോ എന്താണ് ഫീലിങ്സ്? നമ്മുടെ ഈ പിന്നെ ആർഭാടായിട്ട് ഈ കോൺക്രീറ്റ് ഒക്കെ ഇട്ട വീട് കയറ്റുമ്പോ നമുക്ക് പരിഭവം ഉണ്ടാവാറുണ്ട്. അതെ അതെ അതെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുമ്പോ നമുക്ക് എങ്ങനെയാ വലിയ വീടുണ്ടാക്കാൻ സാധിക്കുക? അപ്പൊ അതെ അതെ. അപ്പൊ അങ്ങനത്തെ ചിന്ത നമുക്ക് വരുമ്പോ ഒരു കാലത്ത് നമ്മളും അതുപോലെ വീടുണ്ടാക്കുമ്പോ വേറെ ആൾക്കാരും അങ്ങനെയല്ലേ ചിന്തിക്കുക? അപ്പം എന്താണ്, നമ്മൾ ഒരു ഭംഗിയുള്ളൊരു ലേഡീനെ കാണുമ്പോ അവരൊന്ന് എന്താണ് അഡ്മയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊരു നല്ല കാര്യം കാണുമ്പോഴും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് നല്ല വാക്ക് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ചെറിയൊരു അസൂയ പോലെയൊക്കെ വരാം. പക്ഷെ ഓദർ ഈ ബുക്കിൽ പറയുന്നത് നമ്മൾ അങ്ങനെ ചിന്ത വരുമ്പോ അത് ബ്ലോക്ക് ചെയ്യണം എന്നാണ്. നമുക്കത് നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ അത് നമ്മളുടെ ആ ഒരു ഡേ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ എനർജിയിലും നമ്മളുടെ പ്രവൃത്തിയിലൊക്കെ ഭയങ്കര വ്യത്യാസം കൊണ്ടുവരും. അപ്പൊ എന്ത് കാണുകയാണെങ്കിലും, നമ്മളൊരു നല്ല കാര്യം കാണുകയാണെ, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ അവരെ അഡ്മയർ ചെയ്യണം, അവരെ നമ്മൾ ബ്ലെസ് ചെയ്യണം, അവരെ നമ്മൾ ഇഷ്ടപ്പെടണം. അഡ്മയർ ദം, ബ്ലെസ് ദം, ലവ് ദം. അപ്പൊ മാത്രമാണ് നമുക്കും അതുപോലെ ആവാൻ സാധിക്കുള്ളൂ. നമുക്ക് റിച്ച് ആയിട്ടുള്ള ഒരാളിൽ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ അഡ്മയർ ചെയ്യണം, അവരെ ഇഷ്ടപ്പെടണം, നമ്മൾ എന്താണ് അവരെ ബ്ലെസ് ചെയ്യണം, നമ്മൾ അവരെ അനുഗ്രഹിക്കണം. എന്നാൽ മാത്രല്ലേ വേറെ ആൾക്കാരും നമ്മൾ അങ്ങനെ ആവുമ്പോ നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ, നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതിൽ കുറെ അഫർമേഷൻസ് പറയുന്നുണ്ട്. ഓരോ വെൽത്ത് ഫയൽ കഴിയുമ്പോഴും അഫർമേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ ഈ അഫർമേഷൻസ് ഭയങ്കര പവർഫുൾ ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? നമ്മൾ രാവിലെയൊക്കെ അഫർമേഷൻസ് പറയുന്നുണ്ട്. അത് പതുക്കെ പതുക്കെ എന്താണ് നമ്മളെ ലൈഫിൽ നല്ല ചേഞ്ച് കൊണ്ടുവരും. അപ്പൊ നമ്മളുടെ ഈ വെൽത്ത് ബ്ലോക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു വെൽത്ത് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഞാൻ സമ്പന്നരെ ബഹുമാനിക്കുന്നു, ഞാൻ സമ്പന്നരെ അനുഗ്രഹിക്കുന്നു, ഞാൻ സമ്പന്നരെ സ്നേഹിക്കുന്നു, ഞാൻ സമ്പന്നരിൽ ഒരാൾ ആകാൻ പോകുന്നു.
അത് നമ്മൾ എന്താണ് ഇങ്ങനെ ചെസ്റ്റിൽ കൈവച്ചിട്ടാണ് പറയേണ്ടത്. പിന്നെ നമ്മളെ തലയിൽ തൊട്ട് പറയുക, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഇങ്ങനെ നമ്മൾ കുറെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് മാറുക. ഏഴാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് സക്സസ്ഫുൾ പീപ്പിൾ. പുവർ പീപ്പിൾ അസോസിയേറ്റ് വിത്ത് നെഗറ്റീവ് ഓർ അൺസക്സസ്ഫുൾ പീപ്പിൾ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നത് ആരെ കൂടിയാണ്? പോസിറ്റീവ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടിയാണ്. അപ്പൊ ഒരു വിജയിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന ആൾ ആരാണ്? ആരുടെ പേരാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുമ്പോ നാട്ടിലുള്ള ഒരാളാണോ അതോ സിനിമ ഫീൽഡിലുള്ള ഒരാളാണോ? ആരെയും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? നാട്ടിലൊരു ജന്നാത്ത് ജ്വല്ലറിന്റെ ഉടമ ഉണ്ട് നാട്ടിലാ. യൂസഫ് അലി സർ. യൂസഫ് അലി സർ. യെസ് യെസ്, വെരി ഗുഡ്. യെസ്. മുകേഷ് അംബാനി. യെസ് യെസ്, മുകേഷ് അംബാനി. അതെ അതെ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി ലെവൽ മാറൂലേ? നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നമ്മൾ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവർ ആ സക്സസ് സ്റ്റോറിയില്ലേ നമ്മളടുത്ത് പറയാ. അപ്പൊ നമ്മൾ എങ്ങനത്തെ ആൾക്കാരായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, അതുപോലത്തെ ചിന്തയാണ് നമ്മളിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരും. പക്ഷെ പുവർ പീപ്പിൾ എന്താണ് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ പീപ്പിൾ ആയിട്ടാണ്. നമ്മളൊക്കെ അങ്ങനെ കവലയിലൊക്കെ അങ്ങനെ കാണാറില്ലേ? നമ്മള് കുറെ ആൾക്കാരൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നത്, വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയം കളയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ എന്താണ് ഡിസസോസിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനത്തെ ആൾക്കാരായിട്ടാണ് എല്ലാ ദിവസവും അസോസിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിൽ പറയേണ്ട അഫർമേഷൻ ആണ്, ഞാൻ സമ്പന്നതയും വിജയികളെയും മാതൃകയാക്കുന്നു. ഞാൻ സമ്പന്നരോടും വിജയികളോടും സഹകരിക്കുന്നു. അവർക്ക് ചെയ്യാനാകുമെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും. എന്താ പറയണ്ടേ? ഞാൻ സമ്പന്നതയും വിജയികളെയും മാതൃകയാക്കുന്നു. ഞാൻ സമ്പന്നരോടും വിജയികളോടും സഹകരിക്കുന്നു. അവർക്ക് ചെയ്യാനാകുമെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും. അപ്പൊ ഇങ്ങനെ അഫർമേഷൻ പറയുമ്പോൾ നമുക്കൊരു ചേഞ്ച് തോന്നില്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ് മാഡം. യെസ് യെസ്. മാഡം ഒരു സെക്കൻഡ്. യെസ്. എങ്ങനത്തെ ആളുകളാണ് ഡെയിലി അസോസിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ആ പോയിന്റ് എഴുതിയെടുക്കാൻ പറ്റിയില്ല. ഓക്കെ ഓക്കെ. പോസിറ്റീവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണം. എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാര്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ള ആൾക്കാര്, സക്സസ്ഫുൾ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാര്, ഇവരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഡിസ്കഷനും അതുപോലെ ആയിരിക്കും. അപ്പൊ നമ്മളെ ചിന്തയില് ഭയങ്കര മാറ്റം വരും. എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളും കുറെ കഴിയുമ്പോൾ അങ്ങനെ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ എട്ടാമത്തെ വെൽത്ത് ഫയലാണ് rich people are willing to promote themselves and their value. Poor people think negatively about selling and promotion. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ ഒരു ക്വാളിറ്റിയാണ്, അവർക്ക് എന്താ സ്വന്തം, അവർ നോട്ട് ചെയ്യണ്ടല്ലോ. റബീന മാം, ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. യെസ് യെസ്.
മനോജ് സാറാണോ ഇതായിട്ടിരിക്കുന്നത്? അപ്പൊ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത് എത്ര പേരിലോട്ടാണ് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗത്തിനുള്ള മരുന്ന് നിങ്ങളെ കയ്യിലുണ്ട്, വലിയ എന്തോ ഒരു രോഗമാണ്, അതിനൊരു പ്രതിവിധി നിങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങളത് എന്താണ് വേറെ ആൾക്കാരിൽ നിന്ന് മറച്ചു വെക്കുവോ, അത് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുവോ? നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു രോഗത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു മരുന്ന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് എല്ലാവരെയും അറിയിക്കൂലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ സർവീസിനെ പറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കണം. നമ്മളത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കണം. അപ്പോഴാണ് നമുക്ക് എന്താണ് റിച്ച് ആവാൻ സാധിക്കുക. നമ്മൾ എത്ര ആൾക്കാരിലോട്ട് എത്തിക്കുന്നോ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയൊരു സ്കിൽ എന്താണ്? സെല്ലിംഗ് സ്കില്ലാണ്. സെയിൽസ് ആണ് ഏറ്റവും വലിയ ഒരു നല്ലൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷെ പൂർ ആയിട്ടുള്ള ആൾക്കാരെന്താ? ദേ തിങ്ക് നെഗറ്റീവ്ലി അബൌട്ട് സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ. പാവപ്പെട്ട ആൾക്കാർ എപ്പോഴും ഈ സെല്ലിംഗ് അല്ലെങ്കിൽ പ്രൊമോഷനെ പറ്റിയൊക്കെ എന്താണ് നെഗറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക. അവരതെന്തോ മോശപ്പെട്ട കാര്യം എന്ന് പറയും. പക്ഷെ നമുക്ക് ലൈഫിൽ റിച്ച് ആവണമെങ്കിൽ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളെ തന്നെ സെല്ല് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മളെ സർവീസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ലോകത്തെ അറിയിക്കണം. നിങ്ങൾ അതിന് റെഡിയാണോ? നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാന് നിങ്ങൾ ഇന്ന് മുതൽ റെഡിയാണോ? നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അതിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? അതിന്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തണോ? സപ്ലൈ കൂട്ടണോ? നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ അഫർമേഷൻ പറയേണ്ടത് തീവ്രമായ ഇഷ്ടത്തോടും ഉത്സാഹത്തോടും ഞാൻ എൻ്റെ മൂല്യം മറ്റുള്ളവർക്കായി പ്രൊമോട്ട് ചെയ്യും. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഒമ്പതാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ആർ ബിഗർ ദാൻ their പ്രോബ്ലംസ്. Poor people are smaller than their problems. അപ്പം നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ 1 to 10 എന്നുള്ള സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് എത്ര ആയിട്ടാണ് തോന്നുന്നത്? 1 മുതൽ 10 വരെയുള്ള സ്കെയിലില് നിങ്ങൾക്ക് എത്ര പ്രോബ്ലം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്? 4 ആണോ 5 ആണോ എത്രയാ? എല്ലാരും എപ്പോഴും നമ്മളെ പ്രോബ്ലംസിനെ കുറിച്ചല്ലേ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 5 ഉണ്ടോ? നിങ്ങൾ ചാറ്റിൽ ഇട്ടാലും മതി. നമ്പർ ഒന്ന് ചാറ്റിൽ ഇടുവോ? ആ, രാജേഷ് സാറിന് 1 ഉള്ളൂ. വെരി ഗുഡ്. അലിയ സാറിന് 5, സുധീർ സാറിന് 3. യെസ് യെസ്.
യെസ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പ്രോബ്ലം എത്രയാണ് 1 to 10 എന്ന സ്കെയിലില്. നിങ്ങളുടെ സ്കില്ലോ, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സ്കിൽസ്, അത് 1 to 10 എന്ന സ്കെയിലിൽ എത്രയാ? രാജേഷ് സാറിന് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. വെരി ഗുഡ്. 10 ആണ് സ്കില്ല് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുന്നത്? സുധീർ സാറിന് 9. യെസ്. അപ്പം നമ്മുടെ പ്രോബ്ലം ആണോ അതോ നമ്മുടെ സ്കില്ലാണോ മുന്നിൽ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവരുടെ പ്രോബ്ലംസിലേറെ വലുതായിരിക്കും. അവരുടെ ചിന്ത എപ്പോഴും പ്രോബ്ലംസ് ഒന്നും വലിയ അത്രയും സീരിയസ് അല്ല, എനിക്ക് അതിലേറെ കഴിവുണ്ട്, അപ്പൊ എനിക്ക് റിച്ച് ആവാൻ സാധിക്കും, എനിക്ക് ഇനിയും ഉയരത്തിലോട്ട് പോകാൻ സാധിക്കും എന്നാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, എപ്പോഴും അവരെ പ്രോബ്ലംസിനെ കുറിച്ചാണ് ചിന്തിക്കുക. നമ്മൾ എന്താണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അതാണ് നമ്മളെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്. അപ്പം നമ്മള് നമ്മളെ പ്രോബ്ലംസിലേറെ വലുതായിട്ട് മുന്നോട്ട് വരണം. അപ്പൊ നമ്മൾ എന്താണ് അഫർമേഷൻസ് പറയേണ്ടത്? ഞാൻ ഏതൊരു പ്രശ്നത്തെക്കാളും വലുതാണ്, എനിക്ക് ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനാകും. ഇങ്ങനെ പറയുമ്പോ നമ്മളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇത് എല്ലാരും ഈ ബുക്ക് വാങ്ങിച്ചിട്ട് വായിക്കണം. ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോഴാണ് നമ്മളുടെ മൈൻഡ് സെറ്റിൽ ഭയങ്കര ചേഞ്ച് വരുന്നത്. ഞാൻ ഏതൊരു പ്രശ്നത്തെക്കാളും വലുതാണ്, എനിക്ക് ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനാവും, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഇത് പറയൂ. സീക്രട്ട് ഓഫ് ബില്യൺ. അതെ 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 ബില്യണർ മൈൻഡ് ആണോ? അതെ അതെ അതെ. അവർ തന്നെയാണോ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബുക്ക് എഴുതിയ മാഡം? അല്ലല്ല. Rich people are excellent receiver. Poor people are poor receivers. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവര് നല്ല റിസീവർ ആണ്, അവര് എന്തും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, അവര് നല്ല രീതിയിൽ അവർക്ക് റിസീവ് ചെയ്യാൻ അറിയില്ല. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ പൈസ സ്വീകരിക്കുന്നതും അത് നമ്മൾ സേവ് ചെയ്യുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ പറയേണ്ട അഫർമേഷൻ ആണ്, ഞാൻ ഒരു ഒന്നാം തരം സ്വീകർത്താവാണ്, എന്റെ ജീവിതത്തിലേക്ക് ധാരാളം പണം സ്വീകരിക്കാൻ ഞാൻ തുറന്നും തയ്യാറായും ഇരിക്കുന്നു, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ നമ്മൾ എത്രയും പൈസ നമ്മൾ വരുന്നു അതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മൾ മില്യനിയർ അല്ലെങ്കിൽ മൾട്ടി മില്യനിയർ ആയിട്ടൊക്കെ മാറുന്നത്. പക്ഷെ നമുക്കെന്താ കുറച്ച് പൈസ മാത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ നമുക്ക് റിച്ച് ആവാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. Rich people choose to get paid based on results. Poor people choose to get paid based on time. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, റിസൾട്ടിലാണ്. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് അവര് എന്താണ്, ആ ഗ്രോത്ത് ആണ് നോക്കുന്നത്. നമ്മള് ഗോൾ സെറ്റ് ചെയ്യുന്ന മാത്രല്ല, ഗോൾസ് എല്ലാവരും സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എന്താണ്, നമ്മളിൽ ഭയങ്കര ചേഞ്ച് വരുന്നുണ്ടോ. ഇപ്പൊ നമ്മളെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ മൈൽ സ്റ്റോൺസ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഗോൾസ് നമ്മൾ എന്താണ് കുറെ മൈൽ സ്റ്റോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ
ആ ഗോൾസിൽ നമ്മൾ വലിയ ഗോൾസ് ഒക്കെ നേടണമെങ്കിൽ നമ്മൾ എന്താ കുഞ്ഞു കുഞ്ഞു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ ആ ഒരു റിസൾട്ടിലോട്ട് എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു വിജയിയാണ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് റിസൾട്ടിലാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? Rich people choose to get paid based on results. അപ്പൊ അവര് എപ്പോഴും എന്തൊരു കാര്യം ചെയ്താലും, എന്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യം ചെയ്യുകയാണെങ്കിലും ആ റിസൾട്ടിലോട്ട് എത്തിയിട്ടുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അഫർമേഷൻ പറയേണ്ടത്, എന്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്റെ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. പന്ത്രണ്ടാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ തിങ്ക് ബോത്ത്, പുവർ പീപ്പിൾ തിങ്ക് എയ്തർ ഓർ. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ചിന്തിക്കുന്നത്, എനിക്ക് എന്താണ് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ എനിക്ക് കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. ഞാൻ എപ്പോഴും കരിയറിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാല് എന്റെ ഫാമിലി ലൈഫ് പ്രശ്നമാവും. അല്ല, പൂർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ എന്താ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർക്ക് രണ്ടും വേണമെന്നാണ് അവർ ചിന്തിക്കുക. അവർക്ക് എന്താണ് ഫാമിലി ലൈഫും എൻജോയ് ചെയ്യണം, ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യണം, ഒത്തിരി പണവും വേണം, അവർക്ക് എല്ലാം വേണമെന്നാണ് അവർ വിചാരിക്കുക. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ ചിന്തിക്കുന്ന എന്താണ്, എനിക്ക് എല്ലാം ഒന്നും നേടാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ കരിയർ, ഒന്നെങ്കിൽ എനിക്ക് എന്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ജോലിയിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോവാം. എല്ലാം എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര്, അവർക്ക് എന്താണ് വേൾഡ് ടൂറിന് പോകണം, നല്ല കാറ് വേണം, നല്ല വീട് വേണം, അവർക്ക് എല്ലാം വേണം. അവരെല്ലാറ്റിലും ഫോക്കസ് ചെയ്യാനും എല്ലാ റിസൾട്ടും എങ്ങനെ നേടിയെടുക്കാം എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പൊ നമ്മള് എന്താണ് നമ്മളുടെ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം, നമുക്ക് എങ്ങനെ എല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതില് നമ്മൾ അഫർമേഷൻ പറയേണ്ടത്, ഞാൻ എല്ലായ്പ്പോഴും രണ്ടും ചിന്തിക്കുന്നു, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ 13ാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ഫോക്കസ് ഓൺ ദെയർ നെറ്റ് വർത്ത്, പുവർ പീപ്പിൾ ഫോക്കസ് ഓൺ ദെയർ വർക്കിംഗ് ഇൻകം. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർ ഫുൾ ആയിട്ടുള്ള ആസ്തിയാണ് അവർ നോക്കുക. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയാ, ഒരൊറ്റ ഇൻകത്തിൽ മാത്രം അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റിച്ച് ആവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, റിച്ച് ആവണമെങ്കിൽ നമ്മൾ ഒറ്റ ഇൻകം കൊണ്ട് നമുക്ക് റിച്ച് ആവാൻ സാധിക്കുമോ? ഒരു മില്യനർ ആവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അത്രയും ലക്ഷങ്ങളൊക്കെ നമുക്ക് സാലറി വേണം. വലിയ സാലറി ഉള്ള ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഇൻകത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ, അത്രയും കുറെ ആസ്തികളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് റിച്ച് ആവണമെങ്കിൽ നമ്മൾ പാസീവ് ഇൻകം. യെസ് സിനേഷ് സർ, താങ്ക് യു സോ മച്ച്. ഇതിനു മുമ്പത്തെ പോയിന്റ് ഒന്നുകൂടി കാണിക്കാമോ, ഇപ്പൊ പറയുന്ന പോയിന്റ്? ഇതിനു മുമ്പുള്ളതാ? ഇതന്നെ ഇതാണോ? അപ്പൊ നമുക്ക് റിച്ച് ആവണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കി വെക്കണം. വേറെ സോഴ്സ് ഓഫ് ഇൻകം എന്തൊക്കെയാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? നമുക്ക് എന്താണ്
എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിയിടാം, അല്ലെങ്കിൽ നമുക്ക് റൂം എന്തെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം. ഒത്തിരി ഗവൺമെന്റിലൊക്കെ കുറെ സ്കീമുകൾ ഉണ്ട് അല്ലെ? എന്തൊക്കെ ചെയ്യാൻ പറ്റുക? മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ട്രേഡിങ് ചെയ്യാം. പിന്നെ നമുക്ക് ഗവൺമെന്റ് ബോണ്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങി വെക്കാം. ഗോൾഡിലോ സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മുടെ ആസ്തി കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. റിച്ച് പീപ്പിൾ ഫോക്കസ് ഓൺ ദർ നെറ്റ് വർത്ത്. അപ്പൊ ഇതൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ നെറ്റ് വർത്ത് കൂടുന്നത്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, അവർ ഒറ്റൊരു ഇൻകത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റ ഇൻകത്തിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് റിച്ച് ആവുന്നതിൽ ഒരു പരിധി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കേണ്ടത് എങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, ഒന്നിൽ കൂടുതൽ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വ്യത്യസ്ത ബിസിനസ് ആണോ മാഡം? അതെ അതെ, കുറെ ബിസിനസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും എന്നാലും പല സോഴ്സിലൂടെ നമുക്ക് ഇൻകം വരാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും റൂം റെന്റിന് കൊടുക്കുക അല്ലെ, കുറെ കാര്യം റിയൽ എസ്റ്റേറ്റ് ചെയ്യാം, ട്രേഡിങ് ചെയ്യാം. നമുക്ക് വെറുതെ ചെയ്യല്ല, നമ്മൾ ശരിക്കും ഇതൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നഷ്ടം വരാതിരിക്കാൻ നമ്മൾ ശരിക്കും അതിനൊക്കെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിൽ അഫർമേഷൻ പറയേണ്ടത്, ഞാൻ എന്റെ ആസ്തി വളർത്തുന്നതിൽ യൂന്നുന്നു. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാനേജ് ദെയർ മണി വെൽ. പുവർ പീപ്പിൾ മിസ്മാനേജ് ദെയർ മണി വെൽ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു കഴിവ് എന്താണ്, അവർക്ക് അവരെ പൈസ ശരിക്കും മാനേജ് ചെയ്യാൻ അറിയാം. നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ല, റിച്ച് ആവണമെങ്കിൽ നമ്മൾ പൈസ മാനേജ് ചെയ്യാൻ പഠിക്കണം. പക്ഷെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അവര് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് പൈസ എങ്ങനെ ചെലവാക്കാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ പൈസ, നമുക്കൊരു ഇൻകം വരുമ്പോൾ ആദ്യം നമ്മൾ സേവ് ചെയ്തിട്ട് വേണം നമ്മൾ ചെലവാക്കാൻ. നമ്മളെ എക്സ്പെൻസിന് നമ്മൾ പൈസ എടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ സേവ് ചെയ്തിട്ടായിരിക്കണം. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, എല്ലാ പൈസയും ചെലവാക്കിയിട്ട് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമാണ് അത് സേവ് ചെയ്യുന്നത്. പക്ഷെ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് വരുമാനം വരുമ്പോൾ ആദ്യം കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്യണം. എത്രയും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അത്രയും സേവ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ നമ്മളെ ചെലവിന് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ 6 സ്റ്റാറിന്റെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പൊ 6 സ്റ്റാറിൽ പറയുന്നത് ആദ്യം നമ്മൾ 50% നമ്മളെ നെസസിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നാണ്. നമുക്ക് ശമ്പളം കിട്ടുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് നമുക്ക് വരുമാനം വരുമ്പോൾ അതിൽ ആദ്യത്തെ 50% നമ്മൾ നെസസിറ്റീസ്, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ വരുന്നത് നമ്മളെ ഫുഡ്, നമ്മള് ഭക്ഷണം കഴിക്കാൻ, നമ്മള് ഗ്രോസറിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്, പിന്നെ അതുപോലെ എന്താണ്, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ, സ്കൂളിലെ ചെലവുകൾ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്നത്. പിന്നെന്തൊക്കെയാ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങള്? നമ്മൾ പിന്നെ റെന്റിനാണ് താമസിക്കുന്നത്, നമ്മൾ വാടക കൊടുക്കാന്, ഇങ്ങനെ അത്യാവശ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നെസസിറ്റീസിൽ വരുന്നത്. അത് നമ്മൾ 50% മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ 10% നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്താണ്, ഒരു 7 വർഷം കഴിയുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം. നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എത്ര വർഷം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടത് എന്നുള്ളത്?
ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പൈസ വരുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ജീവിച്ചു പോകാനുള്ള പൈസ, നമുക്ക് സന്തോഷത്തോടെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാനുള്ള പൈസ നമ്മളെ കയ്യിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആന്ന് പറയുന്നത്. അപ്പൊ അതിനെന്താണ്, നമ്മൾ ഇപ്പോ നമുക്ക് ഇൻകം ഉണ്ടാകുമ്പോ നമ്മളൊരു 10% നമ്മൾ അതിലോട്ട് മാറ്റി വെക്കണം. ഒരു അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ കുറച്ച് പൈസ നമ്മൾ ഇൻകത്തിൽ നിന്ന് ഒരു 10%, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ 20% ഒക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ 10% നമ്മൾ ലോങ് ടേം സേവിങ്സിലോട്ട് മാറ്റി വെക്കണം. ലോങ് ടേം സേവിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ കുട്ടികളുടെ കല്യാണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടൂർ പോകാനോ, നമ്മൾ വേൾഡ് ടൂർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ നമ്മളൊരു 10% മാറ്റി വെക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ 10% നിങ്ങൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എഡ്യൂക്കേഷൻ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിലെന്താണ്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനിങ്സ് ആവാം, പിന്നെ ബുക്സ് നമ്മൾ വായിക്കുന്നുണ്ടാവും, അപ്പൊ അതിന് ചെലവാക്കുന്ന പൈസ, ഇങ്ങനെ നമ്മളുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റി വെക്കണം. പിന്നെ 10% പ്ലേ ആണ്. പ്ലേ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ടൂർ പോകുന്നത്, നമ്മൾ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ടൂർ പോകാൻ അല്ലെങ്കിൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 10% മാറ്റി വെക്കണം. അല്ലെ, നമ്മളിങ്ങനെ 5-6 ദിവസം നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഇടയ്ക്കൊന്ന് റിലാക്സേഷൻ ഇല്ലാതെ ഇരുന്നാല് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നമ്മളൊന്ന് എവിടെയെങ്കിലുമൊക്കെ 1-2 മാസം കൂടുമ്പോൾ നമ്മളൊന്ന് ഒരു ടൂറിനൊക്കെ പോകുമ്പോ പിന്നെ നമുക്ക് ജോലിയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും ഒരു 10% നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ 10% നമ്മൾ ഗീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗീവ് എന്ന് പറയുമ്പോൾ ചാരിറ്റിയാണ്. 10% നമ്മൾ എന്താണ്, വേറെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് മാറ്റി വെക്കുന്ന പോലെ തന്നെ ഒരു 10% അല്ലെങ്കിൽ 5% നമ്മൾ ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കയ്യിലോട്ട് വരും. അപ്പൊ എത്ര നമ്മൾ കൊടുക്കുന്നോ അത്ര നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ ചില ആൾക്കാരൊക്കെ നമുക്ക് അറിയാം, യൂസഫ് അലി സാറ് അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സിലുള്ള ആൾക്കാരൊക്കെ കുറേ ചാരിറ്റി ചെയ്യുന്നുണ്ട്, അല്ലെ? കോടിക്കണക്കിന് രൂപ അവർ ചാരിറ്റി ചെയ്യുന്നുണ്ട്. വാറൻ ബഫറ്റ്, അദ്ദേഹം 84% ചാരിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കുറഞ്ഞ എമൗണ്ട്, ഒരു 5% അല്ലെങ്കിൽ 10% നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ബാലൻസ് ആയിട്ട് പോകാൻ പറ്റുക. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പൊ ഈ ബുക്കിൽ പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ റിച്ച് ആവാൻ സാധിക്കുക. അപ്പൊ ഇതിൽ നമ്മൾ പറയേണ്ട അഫർമേഷൻ ആണ്, ഞാനൊരു മികച്ച മണി മാനേജർ ആണ്, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. 15ാമത്തെ വെൽത്ത് ഫയലാണ്. Rich people have their money, work hard for them. Poor people work hard for their money. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവര് കുറെ പണം ഉണ്ടാക്കിയിട്ട് ആ പണമാണ് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് കുറെ എന്താണ് ആസ്തികളൊക്കെ അവര് കുറെ എന്താണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇൻകം അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ പാവപ്പെട്ട ആൾക്കാര് എന്താണ്, വർക്ക് ഹാർഡ് ഫോർ ദെയർ മണി.
ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താണ് ആദ്യം തന്നെ കുറെ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയിട്ട് അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോ എന്താണ് ആ പണം നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അപ്പൊ ഇപ്പൊ നമ്മളെ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പൊ നമ്മള് ലൈഫ് ഇങ്ങനെ ഈസി ആയിട്ട് പോയി കഴിഞ്ഞാല് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ റിസ്ക് എടുക്കാന് അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളെ ലൈഫ് ഈസി ആയിട്ട് പോകും. അപ്പൊ ഈ റിച്ച് മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എപ്പോഴും എന്താണ് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ പൈസ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ പറയേണ്ട അഫർമേഷൻ എന്താണ്? എന്റെ പണം എനിക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ച് എനിക്ക് വേണ്ടി കൂടുതൽ പണം ഉണ്ടാക്കി തരുന്നു. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. പതിനാറാമത്തെ വെൽത്ത് ഫയൽ എന്താണ്? റിച്ച് പീപ്പിൾ ആക്ട് ഇൻ സ്പൈറ്റ് ഓഫ് ഫിയർ. പുവർ പീപ്പിൾ ലെറ്റ് ഫിയർ സ്റ്റോപ്പ് ദം. റിച്ച് ആയിട്ട് ആൾക്കാർ എന്താണ് അവർക്കും പേടിയുണ്ട്. ഇപ്പൊ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുക, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവർക്കും ശരിക്കും പേടിയുണ്ട്. പക്ഷെ ആ പേടിയുണ്ടെങ്കിൽ പോലും അവര് ആക്ട് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ പ്രശസ്തരായിട്ടുള്ള കുറെ ആൾക്കാര് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അവർക്കും തുടക്കകാലത്തൊക്കെ അവരുടെ ലൈഫും ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു. അവരും കുറെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയത്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ശരിക്കും പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പേടിയുണ്ടെങ്കിൽ പോലും അവര് നന്നായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് ലൈഫിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചത്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ് ഒരു ചെറിയ പേടി വരുമ്പോ തന്നെ അവരത് നിർത്തിയിട്ട് പിന്നെ അടുത്തത് തുടങ്ങും. അവരൊന്നും കംപ്ലീറ്റ് ചെയ്യില്ല. പക്ഷെ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് ഭയങ്കര കമ്മിറ്റഡ് ആണ്. അവർ എന്തൊക്കെ പേടിയുണ്ടെങ്കിലും എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഇതിലുള്ള അഫർമേഷൻ നമ്മൾ എന്താ പറയേണ്ടത്? ഭയമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും, സംശയമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും, ദുഃഖമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും, അസൗകര്യമുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും, അസ്വസ്ഥതയുണ്ടെങ്കിലും ഞാൻ പ്രവർത്തിക്കും, എനിക്ക് നല്ല മൂഡ് ഇല്ലെങ്കിലും ഞാൻ പ്രവർത്തിക്കും, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല മൂഡ് ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കാറുണ്ടോ? നിങ്ങൾ എന്താണ് ഭയങ്കര എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ബോസ് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പ്രവർത്തിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് റിച്ച് ആവാൻ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുക. പിന്നെ 17ാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ കോൺസ്റ്റന്റ്ലി ലേൺ ആൻഡ് ഗ്രോ. പുവർ പീപ്പിൾ തിങ്ക് ദേ ആൾറെഡി നോ. അപ്പൊ ഈ ബുക്കിൽ ഓഥർ പറയുന്നത് ഏറ്റവും അപകടമുള്ളൊരു വാക്ക് ഏതാന്ന് ചോദിച്ചാല് ഏതാണ്? ഭയങ്കര അപകടമുള്ളൊരു സെന്റൻസ് പറയാൻ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്കെല്ലാം അറിയാം, എനിക്കതറിയാം എന്ന് പറയുന്നേക്കാം അല്ലേ? ഇപ്പൊ നമ്മളും ഇടക്കൊക്കെ പറയും അത് എനിക്കറിയാം അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു പുതിയ അറിവ് നമുക്ക് തരുമ്പോ ഓ അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ അങ്ങനെ പറയാറുണ്ടോ? നമ്മളത് കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ പറ്റി സംശയം ചോദിക്കാനോ അങ്ങനെ നമ്മൾ ശ്രമിക്കാതെ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്,
എന്നൊരു വിചാരം നമുക്ക് വരാറുണ്ട്. പക്ഷെ നമ്മൾ റിച്ച് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഭയങ്കര ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ്ലി പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ, കൂടുതൽ നോളജ് അക്വയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളെ ലൈഫിൽ ചേഞ്ച് വരിക. അപ്പൊ മാത്രമാണ് നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫ് നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. പക്ഷെ പാവപ്പെട്ട ആൾക്കാര് എന്താ ചിന്തിക്കുക, ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര് അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനും അവരുടെ ലൈഫിൽ മാറ്റം വരുത്താൻ അവർ തയ്യാറാണ്. Rich people constantly learn and grow. Poor people think they already know. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൂടുതൽ അറിവ് നേടണം, അല്ലെങ്കിൽ പഠിക്കണം, ലൈഫിൽ നല്ല മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കൂടുതൽ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ആക്ഷനും കൂടെ എടുക്കുമ്പോഴാണ് നമ്മളെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ പറയേണ്ട അഫർമേഷൻ ആണ്, നിരന്തരം പഠിക്കുന്നതിനും വളരുന്നതിനും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ ഇത്രയും വെൽത്ത് ഫൈൽസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ലൈഫിൽ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നില്ല. പക്ഷെ ഓഥർ പറയുന്നത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ശരി എന്ന് തോന്നുന്നത്, അത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ബുക്ക് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്നുള്ള തോന്നല് പോലെ നമ്മൾ വായിക്കണം. അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നിട്ട് നമ്മൾ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് വായിക്കണം. എന്നിട്ട് എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഓരോ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക, അത് നോക്കിയിട്ട് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരും. പിന്നെ നമ്മൾ എന്താണ് ക്ലാരിറ്റി കൊണ്ടുവരണം. നമുക്ക് നമ്മളുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത് അതിനെപ്പറ്റി ക്ലാരിറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിച്ച് ആവാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ചിട്ട് വായിക്കണം. അപ്പം എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്? നിങ്ങളെ മൈൻഡ് സെറ്റിൽ ചെറിയ വ്യത്യാസം വന്നോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാ പുതിയ അറിവുകൾ കിട്ടിയിട്ടുള്ളത്? ഇതില് കുറച്ച് കാര്യങ്ങളെങ്കിലും ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്ന് തോന്നിയോ? അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിരുത്തി ബുക്ക് വായിക്കണം. എന്നിട്ട് നോക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടതെന്നുണ്ട്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ റെഡിയാണോ ഈ ബുക്ക് വായിക്കാന്? മലപ്പുറത്ത് ബുക്ക് സ്റ്റാളിലുണ്ടോ? അതെ മലപ്പുറം ബുക്ക് സ്റ്റാൾ ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഓർഡർ കൊടുത്താൽ മതി, അവര് കൊണ്ടുതരും. അവര് വരുത്തിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കുറെ എക്സാമ്പിൾസും കുറെ സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതുപോലെ ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ അഫർമേഷൻസ് ഒക്കെ നമ്മൾ എന്താണ് മനസ്സിരുത്തി വായിക്കണം. അപ്പം എനിക്ക് 2 ഉദ്ദേശമാണുള്ളത്. ഒന്ന്, നിങ്ങളിൽ ബുക്ക് റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. രണ്ടാമത്, നിങ്ങളൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ തന്നെ, നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയൂ. എന്തൊക്കെയാണ് നിങ്ങൾ ഈ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളത്? എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്? Thank you very much, Rabina ma'am. It was very, very useful, and I appreciate your Thank you so much, sir. presentation. Money management in the area.
വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആ 50% നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കുക എന്നുള്ളത് ഓൾറെഡി പല പ്രാവശ്യം ചിന്തിച്ചതാണ്, പക്ഷെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. Hope it will be very useful. Thank you very much indeed. Okay, thank you so much, sir. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. Thank you so much. നമ്മുടെ ചിന്തകളാണ് എല്ലാം Yes. ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതെ. പക്ഷേ അപ്പൊ ഓരോ ദിവസത്തെ നമ്മളെ ചിന്ത നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോ നമ്മളത് നിങ്ങളുടെ ഭക്ഷണം പറയൂ സർ. നമ്മളെ ചിന്തകൾക്ക് പിന്നെ ഭക്ഷണം വളരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പൈതഗോറസ് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. Yes, yes. അപ്പൊ നമ്മളെ ചിന്ത എന്നും പോസിറ്റീവായി നിലനിർത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അത് നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം. നമ്മള് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാന് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് എങ്ങനെ ചിന്തിക്കുന്നത് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെപ്പോഴും നമുക്ക് നേടേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും പരാതി പറഞ്ഞ് വേറെ ആൾക്കാരെ പറ്റി നമ്മൾ എന്താണ് അവരെന്തെങ്കിലും നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടോ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ പോകും. പക്ഷെ നമ്മളെപ്പോഴും നേടേണ്ട കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല് അതൊക്കെ നമുക്ക് ലൈഫിൽ നേടാൻ സാധിക്കും. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ചിന്തകള് രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ അത് ശരിക്കും ബോധപൂർവം നിരീക്ഷിക്കണം. അപ്പൊ അതിലൊക്കെ നമ്മൾ മുതല് നന്നായിട്ട് അവെയർ ആയിരിക്കണം. ഓക്കെ മാം, വണ്ടർഫുൾ. ഇത്ര ഡെപ്ത് ഈ മില്ലറും ഈ പിന്നെ ഈ ഇതിനകത്തുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു. അതെ അതെ സാർ, ഒന്നും കൂടെ മനസ്സിരുത്തി വായിക്കൂ. ഇനിയുണ്ട് കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലെ സ്റ്റോറീസും കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഒന്നും കൂടെ വായിക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പൊ എല്ലാരും ബുക്ക് വാങ്ങിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Thank you so much. Okay, thank you. Thank you, Sunesh sir. Thank you so much. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗൈൻ. അപ്പൊ ബുക്ക് എല്ലാവരും വാങ്ങിക്കണം എന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത സെഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നേ. ജയൻ സാർ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ ലാസ്റ്റ് കയറി കേട്ടോ. ഞാന് ഫസ്റ്റ് കയറാൻ സാറിനെ കണ്ടിട്ട് കുറേ ആയല്ലോ. എന്താ സാർ? അതെ അതെ, അവസാനം ഞാൻ കയറിയത്. ആദ്യം കയറാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അഭിപ്രായം പറയാം. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, എത്തിയതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരും സാർ. ആയി ഓക്കെ, താങ്ക് യു. ഏതായാലും ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്ന സന്തോഷം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഗുഡ് നൈറ്റ്. മേഡം, നല്ല ക്ലാസ്. പുസ്തകം ഫുള്ള് വായിക്കാൻ കുറെ സമയം പിടിക്കുമല്ലോ. കുറഞ്ഞ സമയം കൊണ്ടല്ല അതിന്റെ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് എല്ലാം വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. നന്നായിട്ടുണ്ട്, മനസ്സിലാവുന്ന രീതിയിൽ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.